എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ മറ്റന്നാൾ വൈകുന്നേരം 4 മണി വരെ, അതായത് ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇതുവരെ അഡ്മിഷനൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, നാളെ ഉച്ചയ്ക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് വരുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂളോ കോഴ്സോ ഇതുവഴി മാറാൻ സാധാരണഗതിയിൽ സാധിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പരിശോധിക്കാം. അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നാളെ വൈകുന്നേരത്തോടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം, അല്ലെങ്കിൽ വേക്കൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് ആ ഒരു രീതിയിൽ ലിങ്ക് വന്നിട്ടുണ്ടോ എന്നത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ഈ സ്പോട്ട് അഡ്മിഷന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല എന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു ലിങ്കും കാണാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലിങ്ക് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. എന്നാൽ അതിൽ ലിങ്കുകളൊന്നും കാണുന്നില്ല, അതായത് നിങ്ങൾക്കിപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ താല്പര്യം ഏത് ജില്ലയിലാണോ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ സ്കൂളിലും എത്ര വീതം വേക്കൻസീസ് ആണ് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതൊരു സ്കൂളിലും ഏതൊരു കോഴ്സിലേക്കും ഓപ്ഷൻ വെക്കാവുന്നതാണ്. അത് വേക്കൻസി ലിസ്റ്റിലുള്ള ഏതൊരു സ്കൂളിലേക്കും കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിൽ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ജില്ലയിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു ജില്ലയിലേക്കുള്ള അപേക്ഷയും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ജില്ലയിലേക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഏതൊക്കെ സ്കൂളുകളിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ മറ്റൊരു ജില്ലയിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ ഈ ഒരു വെബ്സൈറ്റിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള, അതായത് മുൻപ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് ഈ ഒരു പേജിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ ഈ ഒരു OTP ചോദിക്കും. അതായത് സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും മാർക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് എല്ലാം കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജ് വരും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതായത് നിങ്ങളൊരു 10-20 സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷനുകൾ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കും. അത് കറക്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റുന്നതാണ്. പ്രിവ്യൂ പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പച്ച കളറിലുള്ള ഫുള്ളായിട്ട് ഒരു പച്ച കളറിലായിരിക്കും ആ ഒരു പേജിൽ എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ടാവും. അതായത് പച്ച ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ വിവരങ്ങളും ഓപ്ഷൻസ് ഉൾപ്പെടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അതിലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും പരിശോധിക്കുക. അതിൽ നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. ഓരോ ഭാഗത്തും ഇതേ രീതിയിൽ ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവരങ്ങൾ തിരുത്തണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തിരുത്താവുന്നതും, എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് തെറ്റിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകൾ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ തിരുത്താവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 10-20 സ്കൂളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാ ഡീറ്റെയിൽസും ഓക്കെയാണ്, ഇനി തെറ്റൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ കൺഫർമേഷൻ ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ അത് ഡിക്ലറേഷൻ ബട്ടണാണ്. അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ ഒരു കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ ഒന്നുകൂടി നോക്കിയിട്ട് എവിടെയും തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും പിന്നീട് വരുന്ന പേജിൽ നിന്നും നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അഡ്മിഷന് പോകുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി അഡ്മിഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അതിനുശേഷം ഓഗസ്റ്റ് 9-ാം തീയതിയോടെ രാവിലെ ഏകദേശം 9 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുക റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്യുക. സ്കൂൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ സ്കൂളിലെയും കോഴ്സ് സെയിം രീതിയിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിലെയും റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സ്കൂളിലെയും കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, ഏത് സ്കൂളിൽ നിങ്ങളുടെ എത്ര റാങ്കാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്നും നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല ഏതാണോ ആ ഒരു ജില്ലയിലെ സ്കൂളിൻ്റെ പേര് നോക്കുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസിയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നോക്കുക. അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി ഈ ഒരു ഓഗസ്റ്റ് 9-ാം തീയതി രാവിലെ 10 മണിക്ക് തന്നെ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സ്കൂൾ ബയോളജി സയൻസിലാണ് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്കിപ്പോൾ 28 സീറ്റ് ഉണ്ട്. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 20 ആണെന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ അന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി ഈ ഒരു രാവിലെ 10 മണി മുതൽ 12 മണിക്കുള്ളിലായിട്ട് ആ ഒരു സ്കൂളിൽ നേരിട്ട് രക്ഷിതാവിനെയും കൂട്ടി നിങ്ങളുടെ ഡോക്യുമെൻസും ഫീസും സഹിതം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്നും ആ ഒരു അന്ന് ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ വന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിഷൻ നൽകുള്ളൂ. അപ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അവിടെ എത്തി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയും
ചെയ്യുകയും അങ്ങനെ പേര് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെ ആ ഒരു സ്കൂളിൽ, അതായത് അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ വേക്കൻസി പരിശോധിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ കൃത്യസമയം പാലിക്കേണ്ടതും ആണ്. കാരണം മുൻ വർഷങ്ങളിൽ തന്നെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എത്തണം എന്ന് പറഞ്ഞ് 12 മണിക്ക് ശേഷം എത്തിയത് കാരണം അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യസമയം പാലിക്കേണ്ടതാണ്. അതായത് രാവിലെ, അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 11 മണിക്ക് മുമ്പായിട്ട്, 11:30 മുമ്പായിട്ട് തന്നെ സ്കൂളിൽ എത്തിച്ചേർന്ന് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ, അതായത് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മുൻ വർഷങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ലേറ്റ് ആയത് കാരണം അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കൃത്യസമയത്ത്, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നേരിട്ട് ആ ഒരു സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. കാരണം 12 മണിക്ക് ശേഷം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷന് പോകുന്ന സമയത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അപേക്ഷയിൽ ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്നിവ നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ, അതുപോലെ തന്നെ ഫീസുകൾ എന്നിവ ഉൾപ്പെടെ, അതുപോലെ നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ എടുത്തുകൊണ്ട് പോയിട്ട് വേണം ഈ ഒരു അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സ്കൂളിൽ നിന്ന് നൽകുന്നതായിരിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.